ഹലോ, ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ലൂക്കേൻ്റെ ഫസ്റ്റ് വാക്സിനേഷനാണ് ഇന്ന്. എന്തായി തീരുമെന്ന് ഒരു പിടിയുമില്ല. സാധാരണ വണ്ടീൻ്റെ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ നല്ല പേടിയുള്ള കൂട്ടത്തിലാണ് ഇവൻ. ആ ബാഗിൽ വെച്ചപ്പോൾ തന്നെ അവൻ്റെ പകുതി ജീവൻ പോയ പോലെ ഉണ്ടേനു. ഇവിടെ അടുത്തുള്ളൊരു വെറ്റിനറി ഹോസ്പിറ്റലാണ് പോകുന്നത്. ഏകദേശം 1 കിലോമീറ്ററേ ദൂരമുള്ളൂ. ആകെ 1 കിലോമീറ്ററാണ് ഇവിടെ എത്താൻ. വഴി തെറ്റി കറങ്ങി തിരിഞ്ഞെത്തുമ്പോഴേക്ക് 2 കിലോമീറ്ററായി. അങ്ങനെ ആശ ഉള്ളിൽ പോയി ഡോക്ടറോട് സംസാരിച്ച് തിരിച്ചു വരുന്നത് വരെ ഞാനും ലൂക്കയും പുറത്ത് നിന്ന്. ആൾക്ക് നല്ല പേടിയുണ്ട്. പിന്നെ അവിടെ ഒരു നായിനെ കൂടെ കണ്ടപ്പോൾ പേടി കൂടി. വാക്സിൻ അടിക്കാൻ വേണ്ടി വന്ന ഒരു നായായിരുന്നത്. അതിനെ കണ്ടപ്പോൾ പിന്നെ ആകെ പേടിച്ച് വിറച്ച അവസ്ഥയിലാണ്. അങ്ങനെ ആശ പുറത്ത് വന്ന് ലൂക്കേനെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി. ഓൾറെഡി ആൾക്ക് നല്ല പേടിയുണ്ട്. പിന്നെ ഫസ്റ്റ് വാക്സിനേഷനും കൂടി ആയതുകൊണ്ട് നല്ല അഗ്രസീവായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലൂക്കയെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. ലൂക്കയെ വീട്ടിലാക്കി ഫുഡൊക്കെ കൊടുത്ത് എന്നിട്ട് നേരെ ഞങ്ങൾ തലശ്ശേരിയിലേക്ക് പോയി. ആശിക്ക് ഇന്ന് ലാസ്റ്റ് വാക്സിനേഷൻ ആയിരുന്നു. വാക്സിന് വെക്കാൻ പോയ സമയത്ത് ഷീറ്റ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ അവന് നേഴ്സിൻ്റെ വായിൽ നിന്നും കിട്ടി, എനിക്ക് അവൻ്റെ വായിൽ നിന്നും കിട്ടി. പിന്നെ കാഷ്വാലിറ്റി പോയി അവിടുത്തെ റെക്കോർഡിൽ എഴുതി വെച്ചത് വേറൊരു ഷീറ്റിലാക്കി എഴുതി. എന്നിട്ട് അത് OPയിൽ കാണിച്ചപ്പോഴാണ് വാക്സിൻ അടിക്കാൻ പറ്റിയത്. ഇങ്ങനെ വാക്സിൻ അടിക്കാൻ പോകുന്നവർ എന്നെപ്പോലെ മറവിയുള്ളവരാണെങ്കിൽ ഈ ഷീട്ടൊക്കെ നേരത്തെ എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നേഴ്സിൻ്റെ വായിൽ നിന്നൊക്കെ നല്ലോണം കേൾക്കേണ്ടി വരും. അങ്ങനെ വാക്സിനും കഴിഞ്ഞ് ഞങ്ങൾ നേരെ മാളിലേക്ക് പോയി. നാളെ സൺഡേ ആയതുകൊണ്ട് നോമ്പ് തുറ കുറച്ച് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ച് അതിന് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. മാളിലെത്തിയ പിന്നെ അവിടെയുള്ള ഓരോ ഷോപ്പിലും കയറണം. വെറുതെ ഒരു കാര്യമില്ല. അങ്ങനെ ഗ്രീൻസിൽ കയറി ഷോപ്പിങ്ങൊക്കെ സ്റ്റാർട്ടാക്കി. നോമ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഹാഫ് കുക്കഡായ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. എന്നെപ്പോലത്തെ മടിച്ചികൾക്ക് അത് വളരെ യൂസ്ഫുള്ളായിരിക്കും. എന്നാൽ പിന്നെ അതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് സമൂസ തന്നെ വാങ്ങിച്ചു. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് പിന്നെ എന്നൊരു ഡ്രിങ്ക് വാങ്ങാമെന്ന് വെച്ച് അതും വാങ്ങിച്ച് ബില്ലൊക്കെ അടിച്ച് വണ്ടി എടുത്ത് നേരെ വിട്ടു. പിന്നെ ചിക്കനും മീനും കൂടി വാങ്ങാനുണ്ടായിരുന്നു. അത് പോകുന്ന വഴി മീത്തലപ്പീടെ എത്തിയപ്പോൾ ചിക്കനും വാങ്ങിച്ച് നല്ല കുറച്ച് മത്തിയും വാങ്ങിച്ചു. അങ്ങനെ ഇന്നത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാണ്. എല്ലാം വിചാരിച്ച പോലെ എല്ലാം കഴിഞ്ഞ് എല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.